Assalamu alaikum rahmatullahi wabarakatuh. Peace be upon you. Today we are going to discuss about the poem The Fish written by Elizabeth Bishop. അപ്പോൾ ഈ ഒരു പോം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ മീൻ പിടിക്കാൻ ഒരുപാട് കുട്ടികൾ വരുമായിരുന്നു. അതിലൊരു കുട്ടനുണ്ടായിരുന്നു. ഈ കുട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവനക്കിതൊരു വലിയ ഹരമാണ്. അപ്പോൾ ഹരം പിടിച്ചിട്ട് അവൻ ക്ലാസ്സിൻ്റെ ടൈമൊക്കെ മറന്നു പോവും. അപ്പോൾ അവൻ്റെ അമ്മയുണ്ട് പത്മേച്ചി ഒരു വടിയൊക്കെ വെച്ച് കുട്ടനെ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള ഒരു തന്ത്രപ്പാട് കാണിക്കാറുണ്ട്. പക്ഷെ അവൻ അമ്മക്ക് പിടികൊടുക്കില്ല. മാക്സിമം വഴുതി ചില ദിവസങ്ങളിലൊക്കെ അമ്മ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. പക്ഷെ മിക്ക ദിവസങ്ങളിലും അവൻ പതുക്കനെ അപ്പുറത്ത് കൂടി ഓടി അമ്മ പോയാൽ വീണ്ടും അവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കണ. അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ കുട്ടിക്ക് സ്കൂളിൽ പോയിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ അന്ന് കറക്റ്റായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു തരത്തിലുള്ള കുട്ടിയായിരുന്നു. പക്ഷെ അവൻ ആ ഒരു സംഭവം എത്രത്തോളം നന്നായി എൻജോയ് ചെയ്തിരുന്നെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അവൻ ലൈഫിലൊക്കെ അൽഹംദുലില്ലാ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഫിഷിങ്ങിൻ്റെ ഒരു നല്ല അനുഭവം ഈ ഒരു പോയത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എലിസബത്ത് ബിഷപ്പ് ഫെബ്രുവരി 8, 1911 ജനിച്ചത്. ഒക്ടോബർ 6, 1979 മരണപ്പെടുകയും ചെയ്തു. വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഷി വാസ് കൺസൾട്ടൻറ്റ് ഇൻ പോയട്രി ടു ദ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ഫ്രം 1949 to 1950. 1950 പറയുമ്പോൾ റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ, ആ ഒരു മൊമെൻറ്റ് വരെ അമേരിക്കൻ പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അതുപോലെ കൺസൾട്ടൻ്റ് ഇൻ പോയട്രിയാണ്. ദ പുലിറ്റ്സർ Prize winner for poetry in 1956, the National Book Award winner in 1970, and the recipient of the Newsstand International Prize for Literature in 1976. അപ്പോൾ ആൾ മോശക്കാരല്ല അല്ലേ. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: I caught a tremendous fish and held him beside the boat, half out of water with my hook. ഈ ഒരു ലൈനോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ദിസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്കലി സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റാർട്ട് ഫോർ ബിഷപ്പ്. റൈറ്റ് അവേ വി നോ ദ സ്പീക്കർ ഈസ് ഫിഷിംഗ് ആൻഡ് ദാറ്റ് ഷീ ഓർ ഹി ഹാസ് ജസ്റ്റ് കോട്ട് എ ജെയിൻറ്റ് ഫിഷ്. അപ്പോൾ ഈ ഒരു വരി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മുടെ പോയറ്റ് ഫിഷിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയൊരു ഫിഷ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പോത്തിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബോട്ടാണ് അല്ലേ. ഒരു ബോട്ടിലാണ് ഈ ഒരു പോത്തിൻ്റെ സെറ്റിംഗ് വരുന്നത്. അടുത്ത ലൈന് നോക്കാം. ഫാസ്റ്റ് ഇൻ എ കോർണർ ഓഫ് ഹിസ് മൗത്ത് ഹി ഡിഡൻറ്റ് ഫൈറ്റ്, ഹി ഹാഡൻറ്റ് ഫൗട്ട് അറ്റ് ഓൾ, ഹി ഹങ് എ ഗ്രണ്ടിങ് വെയിറ്റ്, ബാറ്റർഡ് ആൻഡ് വൾനറബിൾ and homely. Here and there his brown skin hung in strips like ancient wallpaper, and its pattern of darker brown was like wallpaper. അങ്ങനെ നമ്മുടെ ഫിഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബിഷപ്പിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതാണ് ഈ ലൈൻസിൽ കാണുന്നത്. ഈ ഒരു പോം എന്ന് പറഞ്ഞാൽ 76 ലൈൻസോളം ഉണ്ട്. ഇതിൽ പറയുന്നത് ഒരു മീൻപിടുത്തക്കാരൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ബിഷപ്പ് ഈസ് ബീയിങ് സൂപ്പർ സ്ട്രേറ്റ് അപ്പ്. ചെക്ക് ഔട്ട് ലൈൻ 5. ഇറ്റ്സ് ഓൾമോസ്റ്റ് സാഡ് ഓൺ it's there and certainly noticeable. It might be significant later on. Line 6 really emphasizes line 5. It is almost as if the speaker is surprised. അതായത് ലൈൻ 5, 6 ഒക്കെ നോക്കിയാൽ കാണാം. 6 ലൈനിൽ 5, 6 ഒക്കെ ഏകദേശം സെയിം ഫീലിംഗ് തന്നെയാണ് കൊണ്ടുവരുന്നത്. 6ാമത്തെ ലൈനിൽ നോക്കുമ്പോൾ ആ സ്പീക്കർ സർപ്രൈസ്ഡ് ആയിട്ട് കാണാം. ഹാവ് യു എവർ ഗോൺ ഫിഷിംഗ്? ഈവൻ പ്രറ്റി സ്മോൾ ഫിഷ് പുട്ട് അപ്പ് എ മെയിൻ ഫൈറ്റ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും മീൻ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ എടുത്താൽ പോലും അവരെന്ത് ചെയ്യും, നന്നായി പെടഞ്ഞ് മാക്സിമം വേഗത്തിൽ ഫൈറ്റ് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും അല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹിയർ ദ സ്പീക്കർ ഹാസ് ദിസ് ട്രമൻഡസ് fish that has put up
നോ ഫൈറ്റ് അറ്റ് ഓൾ. പക്ഷെ നമ്മുടെ ഈ ഒരു ഫിഷർമാന് കിട്ടിയിട്ടുള്ള, അതായത് പോയിറ്റിന് കിട്ടിയിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള വഴക്കുണ്ടാക്കുന്നില്ല, ഒരു തരത്തിലുള്ള പെടച്ചിലും ഇല്ല. അത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. ഹിയർ ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബട്ട് നോട്ട് ദ ലാസ്റ്റ് ഇൻ ദിസ് പോം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു 76 ലൈനുണ്ട്. ഇത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്, പോയത്തിൻ്റെ അവസാനം ഒന്നല്ല. ഓഫ് വൺ ഓഫ് ബിഷപ്പ് സ്റ്റൈലിസ്റ്റിക് മൂവ്. ഇത് അവർ ഈ ഇദ്ദേഹമല്ല ഇവരുടെ സ്റ്റൈൽ തന്നെ ഇങ്ങനെയാണ്. ദ സെൽഫ് കറക്ഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്. അവർ ഈ ലൈനുകളിലൂടെയൊക്കെ ഒരു സെൽഫ് കറക്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിട്ട് നമുക്ക് തോന്നാം. ഷീ വിൽ സേ സംതിങ് ലൈക്ക് ദ ലീവ്സ് വെർ ഗ്രീൻ, ദെൻ alter it in the next line with something like the trees were olive green. അതായത് ഇതിൽ അടുത്ത ലൈനിൽ നമുക്ക് കാണാം, നമുക്ക് ഈ ഒരു മീനിനൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പായലൊക്കെ അല്ലേ, വെള്ളത്തിലത്തെ പായലൊക്കെ ഇവരുടെ കൂടെ വരാറുണ്ട്. അത് നമുക്ക് അടുത്ത ലൈനിലാണ് കാണാൻ പറ്റുക. അടുത്ത ലൈൻസ് നോക്കാം. ഷേപ്സ് ലൈക്ക് ഫുൾ ബ്ലോണ്ട് റോസസ് സ്റ്റെയിൻഡ് ആൻഡ് ലോസ്റ്റ് ത്രൂ ഏജ്. ഹി വാസ് speckled with barnacles, fine rosette of lime, and infested with a tiny white sea lace. And underneath 2 or 3 racks of green weed hung down, while his gills were breathing in the terrible oxygen, the frightening gills, fresh and crisp with blood, that can cut so badly. I thought of the coarse white flesh. അപ്പോൾ അത് നോക്കാം. ഹി ഹങ് എ ഗ്രണ്ടിങ് വെയിറ്റ്. മുന്നത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനെന്തുണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ബാറ്റേർഡ് ആൻഡ് വൾണറബിൾ ആൻഡ് ഹോംലി ഹിയർ ആൻഡ് ദർ എന്നുള്ള ലൈൻസൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ, സോ വി ഗെറ്റ് ഫർദർ ഇല്ലുസ്ട്രേഷൻ ഗ്രണ്ടിങ് വെയിറ്റ് ദാറ്റ് ദ ഫിഷ് ഈസ് ജസ്റ്റ് ഹാങ്ങിങ് ദർ വിത്തൗട്ട് ഫ്ലാപ്പിംഗ് അറൗണ്ട് ഓർ സ്ട്രഗ്ലിങ്. അതന്നെ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലേ, എന്താണ്, ഒരു സ്ട്രഗ്ലിങ്ങും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പെടച്ചിലും ഇല്ലാതെ ആ ഒരു ഫിഷ് അവിടെ കിടക്കുകയാണ്. ഇൻ ദ ലൈൻ 8 സംതിങ് ഇൻട്രസ്റ്റഡ് ഹാപ്പൻസ്. ബിഷപ്സ് ഗിവ്സ് ദ ഫിഷ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ റെഫറിങ് ടു ഹിം ആസ് വൾണറബിൾ, മീൻസ് സം വൺ ഹു ഈസ് വെരി മച്ച് റെസ്പെക്റ്റഡ്. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ കാണുകയാണ് അല്ലേ, എന്താണ്, മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറായിട്ടുള്ള വൾണറബിൾ എന്നുള്ളൊരു ക്യാരക്ടർ ഫിഷിന് കൊടുക്കുകയാണ്. അതായത് ഒരുപാട് റെസ്പെക്റ്റ് അർഹിക്കുന്ന ഒരു മീൻ, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് വിസ്ഡം, ഏജ് ഓർ ക്യാരക്ടർ. ചിലപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം, അത് പ്രത്യേകമായിട്ട് പറയണത് എന്താ വെച്ചാൽ അതിൻ്റെ വിസ്ഡം കൊണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് അല്ലേ. അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന, നമ്മൾ പല്ലീനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ആക്ഷനാണ് കാണുക. പല്ലിങ്ങനെ അനങ്ങാതെ കിടക്കും, അതിൻ്റെ വാല് മാത്രം മുറിച്ചിട്ടിട്ട് ആ വാലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും പല്ല് പോവും ചെയ്യും. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ്, വിസ്ഡം കാണുന്നുണ്ട്, ഏജ് ഓർ ക്യാരക്ടർ, ഏൻഷ്യൻറ്റ് വാൾപേപ്പർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ആൻറ്റിക് പീസ് എന്ന് പറഞ്ഞാൽ അത് അത്രയും എന്താണ്, വാല്യുബിൾ ആയിട്ടുള്ളതാണ്, കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതും ആ ഒരു ഏജിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. We might expect a soldier, or rather an old war veteran, to be described as battered and vulnerable, not a fish. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഈ ഒരു വരികൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇതൊരു പോരാളിയാണ്. or rather an old war veteran to be described as battered and vulnerable, not a fish. Veteran means അനുഭവ സമ്പത്തുള്ള, അതായത് ഇത്രയും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു ഫിഷാണെന്ന് പറയുന്നത്, ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാറ്റേർഡ് മീൻസ് ഇടിച്ച് തകർന്ന, അതായത് ആ ഒരു റെസ്പെക്റ്റിന് ഇവിടെ കളങ്കം വന്നിരിക്കുകയാണ്. ഇവിടെ എന്താ, നമ്മുടെ പോയിറ്റ് ഈ ഒരു ഫിഷിനെ പിടിച്ചിരിക്കുകയാണ് അല്ലേ. The speaker clearly respects the fish, but in line 9 she also calls him homely, meaning kind of unattractive. ഹോംലി എന്നുള്ളൊരു വേർഡ് അതങ്ങനെയാണല്ലോ, വീട്ടിലെ ഭാര്യയ്ക്ക് മാത്രം ചിലപ്പോൾ ചില ആളുകൾക്ക് സൗന്ദര്യം കുറവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയും ഹോംലി എന്നുള്ളൊരു വേർഡിന് മീനിങ് അൺഅട്രാക്റ്റീവ് ആയിട്ട് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അറ്റ് ദിസ് പോയിന്റ് ദ സ്പീക്കർ ഹാസ് ഗിവൺ അസ് എ കൈൻഡ് ഓഫ് എ മിക്സഡ് ബാഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീലിംഗ് അബൌട്ട് ദ ഫിഷ്. ഓൺ വൺ ഹാൻഡ് ഹി ഈസ് tremendous and respected, but on the other hand he is kind of dead weight and ugly. ഒരു വശത്ത് ഇതെന്താണ്, വളരെ വലിയ റെസ്പെക്റ്റ്
അർഹിക്കുന്ന ഒരു മീനാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അതെന്താണ് ഒരു വെയിറ്റുള്ള അഗ്ലി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത ലൈൻസ് നോക്കാം. Packed in like feathers, the big bonds and the little bonds, the dramatic reds and black of his shiny entrails, and the pink swim bladder like a big peony. I looked into his eyes, which were far larger than mine, but shallower and allowed the irises backed and packed, the tarnished tin foil seen through the lenses of all scratched icing glass. They shifted a little, but not to return my stare. അപ്പോൾ ഈ ലൈൻസിൽ പറയണത് എന്താ വെച്ചാൽ ബിഷപ്പ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ഹർ പോയറ്റിക് ഡിസ്ക്രിപ്റ്റീവ് മോഡ്. അപ്പോൾ ആ ലൈൻസ് വായിച്ചപ്പോൾ മനസ്സിലായി ഒരു മീനിനെ ഇത്രയൊക്കെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. അത്രക്കധികം ഇവർ വർണ്ണിച്ചിട്ടുണ്ട്. ഷീ ക്രിയേറ്റ്സ് എ സിമിലി ബിറ്റ്വീൻ ദ ഓൾഡ് ഫിഷ് സ്കിൻ ആൻഡ് ഏൻഷ്യൻറ്റ് വാൾപേപ്പർ. അത് ഓർമ്മയില്ലേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന സിമിലി? എന്താണ് ഫിഷിൻ്റെ സ്കിന്നിനെ ഏൻഷ്യൻറ്റ് വാൾപേപ്പറിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഏൻഷ്യൻറ്റ് വാൾപേപ്പർ പോലെയാണ് ഫിഷിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദാറ്റ് ഇസ് സിമിലി. നോട്ടീസ് ബിഷപ്സ് ചോയ്സ് ഓഫ് ദ വേൾഡ് ഏൻഷ്യൻ റാദർ ദാൻ പ്ലെയിൻ ഓൾഡ്. ഒരു ഏൻഷ്യൻ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഓൾഡ് എന്നൊക്കെ യൂസ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഏൻഷ്യൻ എന്നാണ് യൂസ് ചെയ്തത്. ഇറ്റ് മേക്സ് ഇറ്റ് സീം മോർ ഗ്രാൻഡ് റൈറ്റ്. നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ആൻറ്റിക് എന്ന് പറയുന്ന പോലെ അതെന്താണ് ഏൻഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും റെസ്പെക്റ്റ്ഫുൾ ആണ്. ഓൾ ദിസ് ടോക്ക് ഓഫ് ഓൾഡ് ഗോസ് ബാക്ക് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫിഷ് ആസ് വനറബിൾ. അപ്പോൾ ഓൾഡ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രായം ചെല്ലുന്നതോറും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ. അപ്പോൾ അവരെന്താണ് കുറച്ചും കൂടിയും റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിക് പീസുകളൊക്കെ നമുക്ക് എപ്പോഴും എന്താണ് കൗതുകം ഉയർത്തുന്ന ഒരു സംഭവമാണ് അല്ലേ. ബിഷപ്പ് ഈസ് showing what she just told. The fish is a kind, ugly but totally respect-worthy creature. അപ്പോൾ ഇതന്നെയാണ് ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞ ഒരു തരത്തിൽ എന്താണ് റെസ്പെക്റ്റ് അർഹിക്കുന്നതാണ്, വർത്താണ്, പക്ഷേ എന്താണ് കുറച്ചും കൂടിയും അഗ്ലിയാണ്. ആൾസോ സ്കിൻ hung in strips. Does this creep anyone else out? This fish is seriously beat up to have strips of the skin hanging off. ഈ മീനിൻ്റെ ചിതമ്പലില്ലേ, ആ ഒരു ചിതമ്പൽ ഇങ്ങനെ നിൽക്കുന്ന സ്ട്രിപ്സ് ഓഫ് സ്കിന്ന് പോലെ. മേ ബി ബിഷപ്പ് ഈസ് എംബെല്ലിംഗ് എ ബിറ്റ്, ബട്ട് ഗിവൺ ഹർ ഇൻട്രസ്റ്റ് ഇൻ ആക്യുറസി വി ക്യാൻ അസ്യൂം ദർ ഈസ് അറ്റ്ലീസ്റ്റ് എ ലിറ്റിൽ സ്കിൻ ഡാംഗ്ലിംഗ് ഗോയിങ് ഓൺ. Gross, we are also finally introduced to the color of the fish. ഫിഷിൻ്റെ കളർ ഏതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ബ്രൗൺ. അതായത് ഇവർ ഫിഷിൻ്റെ മൈന്യൂട്ട് ഫീച്ചേഴ്സ് അടക്കം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദിസ് സർട്ടൻലി സപ്പോർട്ട് ദ ഹോംലി ഡിസ്ക്രിപ്ഷൻ വി റീഡ് അബൌട്ട് ഏർലിയർ. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ കളറ് വരെ പറഞ്ഞിട്ടുണ്ട്, ബ്രൗൺ ആണ്. അതൊക്കെ മുന്നേ വായിച്ചതിലുണ്ട്. ബിഷപ്പ് ഈസ് ഗെറ്റിംഗ് ക്രിയേറ്റീവ് ഇൻ ഹർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫിഷസ് ഐ. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ആ മീനിൻ്റെ കണ്ണ് അല്ലേ. ബട്ട് ബേസിക്കലി ഷീ ഈസ് സേയിങ് ദേ ലുക്ക് യെല്ലോവിഷ്, വാഗ്യുലി, ഷൈനി ആൻഡ് സ്ക്രാച്ചഡ്. എന്താണ് ആ ഒരു കണ്ണിന് ഒരു മഞ്ഞ കളർ കലർന്നിട്ടുണ്ട്. വാഗ്യുലി മീൻസ് അവ്യക്തമായിട്ടുള്ളൊരു ഷൈനിനെസ് അതിന് കാണാനുണ്ട്. ആൻഡ് സ്ക്രാച്ചഡ്, അതിൽ വരകൾ വീണിട്ടുണ്ട്. ഇറ്റ്സ് സേഫ് ടു സേ ദ ഫിഷ് ഐസ് ലുക്ക് നത്തിങ് ലൈക്ക് എ ഹ്യൂമൻ ഐസ് അറ്റ് ഓൾ. അതായത് ഒരു മനുഷ്യൻ്റെ കണ്ണിനോളം ആഴത്തിലുള്ള ഒരു കാഴ്ചകളും ഈ ഫിഷിൻ്റെ കണ്ണിലില്ല എന്നാണ് പറയുന്നത്. അനദർ ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ ബിറ്റ്വീൻ ദ ഫിഷ് ആൻഡ് ഹിസ് ക്യാപ്റ്റർ. അപ്പോൾ ഈ ഒരു കണ്ണാണ് ഈ ഫിഷിനെയും അതുപോലെ ഇതിനെ പിടിച്ചിട്ടുള്ള പോയിറ്റിനെയും കൂടിയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യണ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അത് അവരുടെ കണ്ണ് എങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ മീനിൻ്റെ കണ്ണ് പോയിറ്റിൻ്റെ കണ്ണിനേക്കാളും വലുതാണ്. അതായത് മീൻ അത്രയും വലുതാണ്, കണ്ണും അത്രയും വലിപ്പമുണ്ട് എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അടുത്ത ലൈൻസ് നോക്കാം. ഇറ്റ് വാസ് മോർ ലൈക്ക് ദ ടിപ്പിംഗ് ഓഫ് എൻ ഒബ്ജെക്ട് ടുവേർഡ്സ് ലൈറ്റ്. ഐ അഡ്മിയർഡ് ഹിസ് സ്വലൻ face, the mechanism of his jaw, and then I saw that from his lower lip
if we could call it a lip, grim, wet, and weapon like, hung 5 old pieces of fish line, or 4 and a wire leader with the swivel still attached, with all their 5 big hooks. അപ്പോൾ ആ ലൈൻസിൻ്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, ക്യാൻ യു ബിലീവ് ഹൗ കെയർഫുള്ളി ദ സ്പീക്കർ ഇസ് എക്സാമിനിങ് ദിസ് ഫിഷ്. At this point, we have to consider that the speaker is thinking of something other than how good the fish will taste. Fried and tartar sauce. നല്ല മീനിങ്ങനെ മൊരിഞ്ഞ് നല്ല എന്താ പറയുക, ടാറ്റാർ സോസ് എന്ന് പറഞ്ഞാൽ ടാറ്റാറിക് ആസിഡ് വരുന്നത് എന്തിലാണ്, നല്ല നമ്മൾ മലയാളികൾ പറയുകയാണെങ്കിൽ കൊടംപുളി ഇട്ട് വെച്ചിട്ടുള്ള, എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്, ആ കൊടംപുളി ഇട്ട് വെച്ചിട്ടുള്ള നല്ല മീൻകറി ആ ഒരു ടേസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇത്ര നേരം മീനിനെ എക്സാമിൻ ചെയ്യായിരുന്നില്ല, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് വരികയാണ്, ആ ഒരു ടേസ്റ്റ് നന്നായി വരിഞ്ഞ് നന്നായി കായൊക്കെ തേച്ച് എന്നിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ടാറ്റാറിക് ആസിഡിൽ. മീൻസ് ഈ ഒരു പുളി കുടംപുളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, കുടംപുളിയോ അല്ലെങ്കിൽ സാധാ വാളംപുളിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആവൂലേ. നെക്സ്റ്റ് ലൈൻസ് നോക്കുക. ഗ്രൗണ്ട് ഫേംലി ഇൻ ഹിസ് മൗത്ത് എ ഗ്രീൻ ലൈൻ ഫ്രൈഡ് അറ്റ് ദ എൻഡ് where he broke it to heavier lines and a fine black thread still crimped from the strain and snap. When it broke and he got away like medals with their ribbons, fret and wavering, a 500 beard of wisdom trailing from his aching jaw. I stirred, and victory filled up the little rendered boat from the pool of bridge, where oil had spread a rainbow around the rusted engine. To the baler rusted orange, the sun cracked thwart the oarlocks on their strings, the canals, until everything was rainbow, 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 and I let the fish go. അപ്പോൾ ഈ ഒരു ലൈനോട് കൂടിയിട്ട് നമ്മളിപ്പോൾ കഴിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം സമ്മറി നോക്കാം. റിമെമ്പർ ദാറ്റ് ദ ഫീലിംഗ് ഓഫ് വിക്ടറി കെയിം ഫ്രം ദ റെയിൻബോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വിക്ടറി എന്നുള്ള ആ ഒരു ഫീല് വന്നത് ഒരു റെയിൻബോയിലൂടെയാണ്. ബട്ട് ഹൂ വാസ് ഇറ്റ് എ വിക്ടറി ഫോർ ദ സ്പീക്കർ ഓർ ദ ഫിഷ്? പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരുടെ വിജയമായിരുന്നു? അത് സ്പീക്കറിൻ്റെതായിരുന്നോ അതോ ഫിഷിൻ്റെതായിരുന്നോ? ബിഷപ്പ് ലെറ്റ് അസ് ഡിസൈഡ്. ഇത് നമുക്ക് വിട്ടുതന്നിട്ടുള്ള ചോദ്യമാണ്. എലിസബത്ത് ബിഷപ്പ് നമ്മളോടായിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഇത് അവരുടെ വിജയമാണോ അതോ ആ ഫിഷിൻ്റെ വിജയമാണോ എന്ന്. ദ സ്പീക്കർ ലെറ്റ് ദ ഫിഷ് ഗോ ഐദർ ബിക്കോസ് ക്യാച്ചിങ് ദ ഫിഷ് ഫീൽസ് ലൈക്ക് ഇനഫ് ഓർ ബിക്കോസ് ദ സ്പീക്കർ ഹാസ് ടു മച്ച് റെസ്പെക്ട് ഫോർ ദ ഫിഷ് ആൻഡ് കൗണ്ട്സ് ഹിസ് എൻകൗണ്ടർ ആസ് അനദർ ഗേറ്റ് വേ ഫോർ ദ ഓൾഡ് ഗെയിം. അതായത് ഇവിടെ ഈ ഒരു ഫിഷിനെ ബിഷപ്പ് എന്ത് ചെയ്യാണ്, വിട്ടുകൊടുക്കുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ആ മീനിന്, ഇത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള മീനിനെ പിടിച്ചു എന്ന് തന്നെ വലിയ കാര്യമാണ്. അതിൽ കൂടുതലായിട്ട് അവർക്കൊന്നും വേണ്ട. ഓർ ബിക്കോസ് ഓഫ് സ്പീക്കർ ഹാസ് ടു മച്ച് റെസ്പെക്ട് ഫോർ ദ ഫിഷ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്, ഈ ഫിഷിനോട് വളരെയധികം റെസ്പെക്റ്റ് ഫീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു വയസ്സനായിട്ടുള്ള ആ മീനിനെ, ഒരു ഗൈനെ എന്ത് ചെയ്യാണ്, അവർ വിട്ടുകൊടുക്കുകയാണ്. Who knows? What we can tell is that the struggle between the speaker and the fish seemed to culminate with the rainbow and then calm down with the release of the fish in the final line. കൾമിനേറ്റ് മീൻസ് ആ ഉന്നത തരത്തിലുള്ള എന്നൊക്കെ പറയില്ലേ, റെയിൻബോ. റെയിൻബോ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള, അത്രയും ഡിവൈനായിട്ടുള്ളൊരു ബ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ഒരു റിലീസ് കിട്ടുകയാണ് ബൈ ദ റിലീസ് ഓഫ് ദ ഫിഷ് ഇൻ ദ ഫൈനൽ ലൈൻ. അപ്പോൾ അവസാനത്തെ ലൈനിൽ എന്താണ്, പോയിട്ട് ഫിഷിനെ വിട്ടു എന്നുള്ള ആ ലൈനോട് കൂടി എൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ലൈനോട് കൂടിയിട്ട് ആ മഴവില്ലിന് ഒരു പൂർണ്ണത കിട്ടുകയാണ്, അതിനൊരു ചാരുത വർദ്ധിക്കുകയാണ്. അപ്പോൾ ആ ലൈനോട് കൂടിയിട്ട് നമ്മളിപ്പോൾ അവസാനിക്കുകയാണ്. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ ഫിഷ് ബൈ എലിസബത്ത് ബിഷപ്പ്? അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ടെക്സ്റ്റ് ബിഷപ്പ് എൻഗേജസ് വിത്ത് തീംസ് ഓഫ് നാച്ചർ, ഹ്യൂമിലിറ്റി ആൻഡ് ചോയ്സസ്. ഇതിലെല്ലാം വരുന്നുണ്ട് അല്ലേ, പ്രകൃതി വരുന്നുണ്ട്, ഹ്യൂമിലിറ്റി വരുന്നുണ്ട്, അതുപോലെ മനുഷ്യൻ്റെ ചോയ്സസും. ഹ്യൂമിലിറ്റി മീൻസ് വിനയം അല്ലേ, ഒരു ഭവ്യത.
അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് സൈക്കോളജിയിലൊക്കെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. സിമ്പതിയും, എമ്പതിയും. ഒരു സാധനത്തിനെ കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നാം? സിമ്പതി തോന്നാം. പക്ഷേ ഈ സിമ്പതി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പാവം മീനെന്ന് പറഞ്ഞിട്ട് അതിനെ കറി വെച്ച് കഴിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു മീനിനോട് വളരെയധികം ക്ലോസായിട്ട് എക്സാമിൻ ചെയ്ത് അതിനോടൊരു ഇഷ്ടം തോന്നിയതിന് ശേഷം, അതിനോട് റെസ്പെക്റ്റ് തോന്നിയതിന് ശേഷം അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എമ്പതി. ഇപ്പോൾ എല്ലാ കാര്യത്തിലും അപ്പോൾ ഞാൻ അടുത്ത പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഐ ആം പ്രഗ്നൻറ്റ്. ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് വേണ്ടിയത് ഒരിക്കലും സിമ്പതി അല്ല. അയ്യോ പാവം ടീച്ചർ ക്ലാസ് എടുക്കണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കണേക്കാളും നല്ലത് എന്താണ്, ടീച്ചർ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത ക്ലാസ് അല്ലേ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 26 അല്ലെങ്കിൽ കുറച്ച് ഡിസ്ലൈക്കെങ്കിലും കൊടുക്കുക, ടീച്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തോട്ടെ, അങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ അതൊരു എമ്പതിയാണ്. പക്ഷേ പലപ്പോഴും ഒരു ലൈക്ക് ഇടാനും ഷെയർ ഇടാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നിങ്ങൾ മടിക്കാറുണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് സിമ്പതി മാത്രമേ ഉണ്ടാവാറുള്ളൂ, എമ്പതി തോന്നാറില്ല. ആ ഒരു ആക്ഷൻ വേർഡ്സിലേക്ക് വരാത്തത് കൊണ്ടാണ്, വേർഡ്സിൽ ഉള്ള പല കാര്യങ്ങളും ആക്ഷനേക്ക് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും ലൈഫിൽ അപ്രീസിയേഷൻ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇവിടെയും ഈ ഫിഷിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പോയിറ്റ് കറക്റ്റായിട്ടൊരു എമ്പതറ്റിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോണ്ട് കാഴ്ചവെച്ചിരിക്കുകയാണ്. After catching this extremely not worthy fish, it is her choice to release it back into the water. അപ്പോൾ ഇവിടെ ചോയ്സ് കാണുന്നുണ്ട് അല്ലേ, അവരെടുത്ത തീരുമാനമാണ് എന്ത്, ആ ഒരു മീനിനെ വെള്ളത്തിലേക്ക് വിടുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാകും, പക്ഷെ അവസാന ചോയ്സ് അത് നമ്മുടേതാണ്, അത് നമ്മൾ തന്നെ തീരുമാനിച്ചിരിക്കണം. She had a moment of connection with the creator that spread out into a broader connection with the natural world. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എന്താണ്, ഒരു മൊമെൻറ്റ് ഓഫ് കണക്ഷൻസ് അല്ലേ, പല സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ ഒരു ഫിലിം പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരാറുണ്ട്. അവസാനം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്കൊരു കാര്യം ഉൾക്കൊണ്ട് നമ്മളൊരു ആക്ഷനിലേക്ക് വരും. ഒരു നാച്ചുറൽ വേൾഡിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഡിസിഷൻ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. ഇൻ ദിസ് പോം എ സ്പീക്കർ catches a huge astonishing fish and becomes fascinated with its primordial strangeness. പ്രിമോർഡിയൽ മീൻസ് ബേസിക് ആയിട്ടുള്ളൊരു അപരിചിതത്വം, മീൻസ് ആ ഒരു ഫിഷിനെ പിടിച്ചിട്ട് എല്ലാ ഫിഷിനും പോലെ അത് പെടഞ്ഞില്ല. വെൻ ദ സ്പീക്കർ സീസ് hooks caught in the fish lip and realizes this ancient creature has already escaped 5 other fishes. അതായത് ഇതിൽ നമ്മൾ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ഏൻഷ്യൻ്റ് ക്രിയേച്ചർ മുൻപ് 5 ഫിഷർമാനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ക്രിയേച്ചറാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പെരുമാറ്റ രീതി കൊണ്ട്. ദ സ്പീക്കർ ഡിസൈഡ്സ് ഇൻ എ ബേസ്റ്റ് ഓഫ് ജോയ് ടു ലെറ്റ് ദ ഫിഷ് ഗോ അഗെയിൻ. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ഒരിക്കൽ കൂടി ആ ഒരു ഫിഷിന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് നമ്മുടെ ഫിഷർമാൻ അതായത് പോയിട്ട് കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടെ തന്നെയാണ്, ഒട്ടും വിഷമിക്കാതെ ആ ഒരു ഫിഷിനെ വിട്ടുകൊടുക്കുകയാണ്. ആ ഒരു പുണ്യപ്രവൃത്തിയിൽ അദ്ദേഹം അവർ ആനന്ദം കണ്ടെത്തുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ് മീ.